ഹലോ, അപ്പോൾ നമ്മൾ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 35 ക്വസ്റ്റ്യൻ വരെ, അതായത് ആനിമൽ കിങ്ഡത്തിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ വരെ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി 36th ക്വസ്റ്റ്യൻ തൊട്ട് ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. നെയിം ദ ഫൈല ഇൻ വിച്ച് ദ ഫോളോയിങ് സെൽസ് ഓർ സ്ട്രക്ചേഴ്സ് ഓർ ഓർഗൻസ് ആർ പ്രസൻറ്റ്. ഈ സ്ട്രക്ചേഴ്സ് ഉള്ള ഫൈല ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. റാഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ച്യൂയിങ്ങിനൊക്കെ സഹായിക്കുന്ന ടീത്ത് പോലത്തെ സ്ട്രക്ചറാണ് ഇൻ മൊളസ്ക. നിഡോബ്ലാസ്റ്റ് അത് ഡിഫെൻസിനൊക്കെ സഹായിക്കുന്ന നിഡേറിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ സിലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിലുള്ളതാണ്. ഓക്കെ. ദെൻ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഏവ്സ് അതായത് ബേർഡ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ്. കാരണം അവർക്ക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയ്റ്റ്ലെസ് ബോൺസ് ആവശ്യമാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്ലൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ന്യൂമാറ്റിക് ബോൺ. ദെൻ പ്രൊബൂസസ് ഗ്ലാൻഡ്, ഇറ്റ് ഈസ് ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് ദ ഹെമികോഡേറ്റ. ഓക്കെ. അപ്പോൾ റാഡുല, മൊളസ്ക, നിഡോബ്ലാസ്റ്റ്, നിഡേറിയ, ന്യൂമാറ്റിക് ബോൺ, ക്ലാസ് ഏവ്സ്, പ്രൊബൂസസ് ഗ്ലാൻഡ്, ഫൈലം ഹെമികോഡേറ്റ. നെക്സ്റ്റ് 37th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫൈലം കോഡേറ്റ ആൻഡ് സാലിയൻ ഫീച്ചേഴ്സ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോസൽ ഹോളോ നെർവ് കോഡ്, ഡബിൾ വെൻട്രൽ ഹാർട്ട് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സും നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കിഡ്നീസ് പ്രസൻ്റ് ആണ് ഫോർ എക്സ്ക്രീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ പറഞ്ഞതാണ്. ദെൻ 38th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ആനിമൽ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മോയിസ്റ്റ് സ്കിൻ, ഹൂക്സ് ആൻഡ് സക്കേഴ്സ്, pneumatic bones, dry and non-glandular skin, metamerism. ഇതിന്ന് സെലക്ട് ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഏതാണെന്ന് നേരത്തെ പറയുന്നതാണ് ന്യൂമാറ്റിക് ബോൺസ്. ദെൻ ബി എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ആംഫീബിയസ് അഡാപ്റ്റേഷൻ. ആംഫീബിയസ് അഡാപ്റ്റേഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഓഫ് ബേർഡ്സ് എന്നാവാൻ സാധ്യതയില്ല. ആംഫീബിയസ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് മോയിസ്റ്റ് സ്കിന്നാണ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് എന്ന് പറയുന്നത് പാരസറ്റിക് അഡാപ്റ്റേഷനാണ്. ദെൻ ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലർ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്റ്റീലിയൻ ക്യാരക്ടറാണ്. മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ അനലിഡൻ ക്യാരക്ടറാണ്. ദെൻ 39th ക്വസ്റ്റ്യൻ, അസൈൻ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ആനിമൽസ് ഗിവൺ ഇൻ ദ കോളം എ ടു ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആനിമൽ ഫൈലം ഗിവൺ ഇൻ ദ കോളം ബി. മെറ്റാമറിസം എന്ന് പറയുന്ന ക്യാരക്ടർ ഏറ്റവും നന്നായി ചേരുന്നത് ഏത് ഫൈലത്തിനാണ് ചേരുന്നത്? അനുലായി എന്ന് പറഞ്ഞാൽ തന്നെ റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്നാണ് അർത്ഥം. ദെൻ സ്പൈനി എക്സോസ്കെലിട്ടൺ എക്കൈനോഡെർമേറ്റ. ആ വാക്ക് തന്നെ അങ്ങനെയാണ്. എക്കൈനസ് മീൻസ് സ്പൈൻസ്, ഡെർമേറ്റ എക്കൈനസ് സ്പൈനി സ്കിൻഡ് ഓർഗാനിസംസ് ആണ്. ദെൻ കോംപ് പ്ലേറ്റ്, COMB ആണ് കേട്ടോ. കോംപ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടിനോഫോറയുടെ ക്യാരക്ടറാണ്. ഫ്ലെയിം സെൽ അത് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് പ്ലാറ്റിഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ്. ദെൻ ദ ഡയഗ്രം, ഒരു ഡയഗ്രം തന്നിരിക്കുകയാണ്. കോഡേറ്റയുടെ ഒരു ഡയഗ്രം തന്നെയാണ് തന്നിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ അത് ആ ഡയഗ്രം നോക്കി നിങ്ങൾ ആൻസർ ചെയ്യേണ്ട കാര്യമുള്ളൂ. പോസ്റ്റീരിയർ പാർട്ട്, ഡോസൽ നോട്ടോകോഡ്, നെർവ് കോഡ്, അതൊക്കെ നമ്മളെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ബേസ്ഡ് ഓൺ എനി two labeled parts in the diagram, mention how this phylum differs from non-chordates. ഏതെങ്കിലും ഒരു പാർട്ട്, അതായത് പോസ്റ്റീരിയർ പാർട്ടില്ല, പിന്നെ നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളവരാണ് കോഡേറ്റ്സ്, പക്ഷേ നോൺ കോഡേറ്റ്സിനില്ല. അതുപോലെ നെർവ് കോഡ് ഡബിൾ ഒരു ഡോഴ്സൽ ഹോളോ നെർവ് കോഡാണ് ഇവർക്കുള്ളത്. ബാക്കിയുള്ള നോൺ കോഡേറ്റ്സിനൊക്കെ ചിലപ്പോൾ വെൻട്രലിനായിട്ടുള്ള ഡബിൾ നെർവ് കോഡൊക്കെ ആയിരിക്കും. ഇത് സിംഗിളായിട്ടുള്ളൊരു നെർവ് കോഡാണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ പ്രോൺസ് ആൻഡ് ഇൻസെക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം ആർത്രോപോഡ വൈൽ ദേ ഹാവ് ഡിഫറെൻറ്റ് ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ്. അവരുടെ ജസ്റ്റിഫൈ യുവർ ആൻസർ ശരിയാണോ എന്ന്. പ്രോൺസ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റേഷ്യ എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ടവരാണ്. ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ഇൻസെക്റ്റ എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ടവരാണ്. ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം ആർത്രോപോഡ. ബോത്ത് ദീസ് ക്ലാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം ആർത്രോപോഡ. അവരുടെ ഹാബിറ്റാറ്റൊക്കെ വ്യത്യാസമാണ്. പ്രോൺസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി അക്വാട്ടിക് ആയിരിക്കും. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷനാണ്.
പക്ഷേ അതായത് ഹാബിറ്റാറ്റൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ അവർക്ക് കുറേ കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫൈലം ആർത്രോപോഡ, കൈറ്റൻ എക്സോസ്കെലട്ടൺ, ജോയിൻറ്റഡ് അപ്പൻഡേജസ്, മാൽപിജിയൻ ട്യൂബ്യൂൾസ് ഓർ ഗ്രീൻ ഗ്ലാൻഡ്സ് ഫോർ എക്സ്ക്രീഷൻ. അങ്ങനെ കോമൺ ആയിട്ടുള്ള ആർത്രോപോഡൻ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ബോത്ത് ദീസ് ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം ആർത്രോപോഡ. ഓക്കെ, ഇപ്പോൾ ആർത്രോപോഡയുടെ ക്യാരക്ടേഴ്സാണ് ശരിക്കും അതിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി 42, ക്വസ്റ്റ്യൻ നമ്പർ 42, ഫിഗർ എക്സ് ആൻഡ് വൈ ആർ ദ ഫിഷസ് ഓഫ് 2 ഡിഫറെൻറ്റ് ക്ലാസ്സസ്, ഐഡൻറ്റിഫൈ ദം ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ക്ലാസ്സസ്. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ് ആൻഡ് വൈ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് ഷാർക്കാണ്, വൈ എന്ന് പറയുന്നത് ഷാർക്ക് ബിലോങ്സ് ടു കോൺട്രിക്ടീസ്, വൈ എന്ന് പറയുന്നത് ഒരു ബോണി ഫിഷാണ്. അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏറ്റവും ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്താണ്. കോൺട്രിക്ടീസിൻ്റെ മൗത്ത് വെൻട്രൽ ആയിരിക്കും, അതേസമയം ഓസ്റ്റിക്ടീസ് അല്ലെങ്കിൽ ബോണി ഫിഷസിൻ്റെ മൗത്ത് ടെർമിനൽ ആയിരിക്കും. അതുപോലെ കോൺട്രിക്ടീസിന് പ്ലക്കോയിഡ് സ്കെയിൽസ്, ഓസ്റ്റിക്ടീസിന് ടിനോയിഡ് അല്ലെങ്കിൽ സൈക്ലോയിഡ് സ്കെയിൽസ് ആയിരിക്കും. പ്ലക്കോയിഡ് സ്കെയിൽസ് ഭയങ്കര മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ് ആയിരിക്കും. അതുപോലെ കോൺട്രിക്ടീസിന് എയർ ബ്ലാഡർ ഉണ്ടാവില്ല, ഓസ്റ്റിക്ടീസിന് ഉണ്ടാവും. അങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ബേർഡ്സ് ആർ വെൽ അഡാപ്റ്റഡ് ഫോർ ഫ്ലൈയിങ്, ഗീവ് എനി 3 അഡാപ്റ്റേഷൻസ്. ന്യൂമാറ്റിക് ബോൺസ്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ബേർഡ്സിൻ്റെ ഒരു അഡാപ്റ്റീവ് ഫീച്ചറാണ് ന്യൂമാറ്റിക് ബോൺസ്. ദെൻ ബേർഡ്സിൻ്റെ അഡാപ്റ്റീവ് ഫീച്ചറാണ് സ്ട്രീം ലൈൻ ബോഡി, അതായത് 2 എൻഡും ടേപ്പറിങ് ആയിട്ടുള്ള ബോഡിയാണ്. പിന്നെ 4 limbs ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്, പ്രസൻസ് ഓഫ് ഫെതേഴ്സ്, ഇതൊക്കെ അവരുടെ കീൻ വിഷൻ, ഇതൊക്കെ അവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ്. ദെൻ 44, ക്വസ്റ്റ്യൻ നമ്പർ 44, all vertebrates are chordates but all vertebrates are chordates but all chordates are not vertebrates. ആ ആൻസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ജസ്റ്റിഫൈ എന്ന് ചോദിച്ചിട്ട്. നെക്സ്റ്റ്, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. Salamander belongs to class Amphibia. Chameleon belongs to the class Reptilia. Reptilia ആണ് ആൻസർ. Then in your practical class, the class teacher brought the following preserved animals. Identify the phylum of each animal and select the distinguishing character from the table. Balanoglossus, first Balanoglossus ഏത് ഫൈലമാണ്? It belongs to the phylum Hemichordata. Balanoglossusum Sacoglosusumമാണ് Hemichordata examples. Then Pila belongs to the phylum Mollusca. Then tapeworm belongs to the phylum Platyhelminthes. Physalia or Portuguese man of war belongs to the phylum, ഏത് ഫൈലമാണ്? Physalia coelenterata. Then ടേപ്പ്വേമിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ടീനി ആയിരിക്കും. പൈലയുടെ പൈല ഗ്ലോബോസ അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ. ദെൻ പ്രസൻസ് ഓഫ് കോംപ്ലേറ്റ് ഇസ് എ ടീനോഫോറൻ ക്യാരക്ടർ. ദെൻ ഫ്ലെയിം സെൽസ്. ഇനി ബലനോഗ്ലോസസിൻ്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് നോക്കേണ്ടത്. ബലനോഗ്ലോസസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 46 ക്വസ്റ്റ്യനിൽ ഓരോ ഓർഗാനിസത്തിനെയും നമ്മൾ അതായത് ഫൈലത്തിൽ ക്ലാസിഫൈ ചെയ്തു. ദെൻ ഐഡൻറ്റിഫൈ ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ ആൻഡ് സെലക്ട് ദ ഡിസ്റ്റിങ്യൂഷിങ് ക്യാരക്ടർ ഓഫ് ഈച്ച് ഫൈലം. ഇപ്പോൾ ഹെമിക്കോഡേറ്റ എന്ന് പറയുന്നതാണ് ബലനോഗ്ലോസസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്റ്റിങ്യൂഷിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊബോസിസ് ഗ്ലാൻഡാണ്. ദെൻ പൈല എന്ന് പറയുന്നത് മൊളസ്കയാണ്. മൊളസ്കയുടെ ഒരു ഡിസ്റ്റിങ്യൂഷിങ് ഫീച്ചർ റാഡുല. ടേപ്പ്വേം എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസിലാണ്. അത് ഫ്ലെയിം സെൽസ് ഫോർ എക്സ്ക്രീഷൻ, അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ദെൻ ഫൈസാലിയ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ദാറ്റ് ബിലോങ്സ് ടു ദ ഫൈലം നിഡേറിയ, presence of nidocyte. Okay, then next question, all vertebrates are chordate but all chordates are not vertebrates. Substantiate, that we have already discussed. Then 48th question, name the distinctive character responsible for the name of the following animal groups. അപ്പോൾ ഈ പറയുന്ന ഓർഗാനിസത്തിന് ആ പേര് വരാനുള്ള ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചറാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നിഡേറിയയുടെ ആ പേര് വരാൻ കാരണം പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. ഇനി ആർത്രോപോഡ, അവർക്ക് ആ പേര് പറയാൻ കാരണം ജോയിൻറ്റഡ് അപ്പൻഡേജസ്. പോറിഫെറ, അവർക്ക് ആ പേര് വരാൻ കാരണം പോസ്, ഓസ്കുലം ആൻഡ് ഓസ്റ്റിയ. ദെൻ ടീനോഫോറയ്ക്ക് ആ പേര് വരാൻ കാരണം ടീൻസ് അല്ലെങ്കിൽ അവരുടെ കോംപ്ലേറ്റ്സ് ഇല്ലേ, 8 rows ആയിട്ട് കോംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. കോംപ്ലേറ്റ്സിൻ്റെ വേറെ പേരാണ് ടീൻ, CTAENE, ടീൻസ് എന്ന് പറയുന്നത്. സോ ദേ ആർ കോൾഡ് ടിനോഫോറ. ആൻഡ് 49th question, your biology teacher exhibited a laboratory specimen in the classroom. Based on which feature will you distinguish it as caudate or non-caudate? അപ്പോൾ നമുക്ക് എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു ലബോറട്ടറി സ്പെസിമിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കാം? പോസ്റ്റേനൽ ടെയിൽ ഉണ്ടോ എന്ന് നോക്കാം. അത് നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള എടുത്ത ക്യാരക്ടേഴ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോസൽ ഹോളോ നെർവ് കോഡ്, ഗിൽ സ്ലിറ്റ്സ്, ഫാരൻജിയൽ ഗിൽ സ്ലിറ്റ്സ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നോക്കുക. ഇഫ് ഓൾ ദീസ് ക്യാരക്ടേഴ്സ് ആർ പ്രസൻറ്റ്, they belongs to chordata, otherwise they belong to non-chordata. Then 50th question, observing starfish in a marine aquarium, your friend commented that it is a lower invertebrate without distinct head, eyes and legs. അത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്കനോഡോമൈറ്റയിൽ വരുന്നതാണ്. എക്കനോഡോമൈറ്റയിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ്, ഐസ്, ലെഗ്സ് എന്നൊന്നും പറയാനില്ല. അപ്പോൾ അത് ആ ഇവാലുവേഷൻ ശരിയാണ്. 51, the following are key characters of an animal group. ഏതാണെന്ന്? സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് വിത്തൗട്ട് ജോസ്. അത് സൈക്ലോസ്റ്റൊമേറ്റയാണ്. അതിൻ്റെ പടം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സർക്കുലർ ആയിട്ടുള്ള സക്കിംഗ് മൗത്താണ്, ഉള്ളിൽ നിറയെ പല്ല് പോലെയുള്ളത്. ദെൻ ഫിഷ് ലൈക്ക് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പെട്രോമൈസൺ എക്സാമ്പിൾ വരുന്ന സൈക്ലോസ്റ്റൊമേറ്റയാണ് ആ ക്ലാസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സൈക്ലോസ്റ്റൊമേറ്റയുടെ വേറെ എക്സാമ്പിൾസാണ് ചോദിച്ചിരിക്കുന്നത്. ഹാക്ക് ഫിഷ്, അത് സൈക്ലോസ്റ്റൊമേറ്റയുടെ വേറൊരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ മിക്സീൻ എന്ന് പറയുന്നത്. ദെൻ 53, പിക്ക് ഔട്ട് എനി ഏസിലോമേറ്റ് ഓർഗാനിസം. അപ്പോൾ ഏസിലോമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ഫൈലേ ഉള്ളൂ, ആഷെൽമിന്തസ് അല്ലെങ്കിൽ റൗണ്ട് വേംസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏസിലോമേറ്റ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ അത് റൗണ്ട് വേമാണ്. ഓക്കെ, ഞാൻ സ്യൂഡോസിലോമേറ്റ് എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. സ്യൂഡോസിലോമേറ്റ് ഓർഗാനിസമാണ് റൗണ്ട് വേം. ബാക്കി ഫ്ലാറ്റ് വേമാണ് ഏസിലോമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റ് വേം എന്ന് പറയുന്നത് ടേപ്പ് വേമാണ്. ബാക്കിയെല്ലാം റൗണ്ട് വേം, ഹുക്ക് വേം, ഫൈലേറിയൽ വേം ഒക്കെ ആഷെൽമിന്തസിൽ വരുന്നതാണ്. അവർ സ്യൂഡോസിലോമേറ്റ് ആണ്. ഏസിലോമേറ്റ് എന്ന് പറയുന്നത് ടേപ്പ് വേമാണ്. അതിൻ്റെ ന്യൂട്രീഷൻ എങ്ങനെയാണ്? ടേപ്പ് വേമിൻ്റെ ന്യൂട്രീഷൻ പാരസിറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. ദെൻ വാട്ട് ഈസ് ദ സീലോമിക് കണ്ടീഷൻ ഓഫ് അതർ ഓർഗാനിസം? ബാക്കി ഓർഗാനിസംസ് എല്ലാം ആഷെൽമിന്തസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ദേ ബിലോങ്സ് ടു pseudocoelomates. Then during a seashore visit, a student collected 2 organisms. And the morphology നോക്കിക്കൊണ്ട് it is clear that the organisms are radially symmetrical. One of them shows bioluminescence. To which phylum does this organisms belongs? Identify the possible phyla to which other organism can be included. Which distinctive feature of this organism will help to categorize into a particular phylum? അതായത് നമുക്ക് 2 ഓർഗാനിസത്തിനെയാണ് കിട്ടിയിരിക്കുന്നത്. One of them shows bioluminescence. It is clear that the organisms are radially symmetrical. Radially symmetrical ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ടും വരുന്ന ഫൈല ഏതൊക്കെയാണ്? ഒന്നുകിൽ പോറിഫറ വരില്ല, പോറിഫറ ഏസിമെട്രിക്കലാണ്. സീലൻട്രേറ്റ, അതായത് നിഡേറിയ അല്ലെങ്കിൽ ടിനോഫോറ. പിന്നെ ഒരു ചാൻസ് ഉള്ളത് അഡൾട്ട് റേഡിയൽ സിമെട്രി കാണിക്കുന്നത് എക്കൈനോഡെർമൈറ്റയാണ്. അപ്പോൾ ഈ 3 ഫൈലമാണ് മറൈനായിട്ടുള്ള റേഡിയൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൈലം. ഏതൊക്കെയാണ്? നിഡേറിയ, ടിനോഫോറ ആൻഡ് എക്കൈനോഡെർമൈറ്റ. ഈ 3 ഫൈലവും കാണിക്കും. അപ്പോൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നതും
മറൈൻ എന്ന് പറയുന്നത് 3 ഫൈലത്തിൻ്റെ ഒരു കോമൺ ഫീച്ചറാണ്. ദെൻ വൺ ഓഫ് ദം ഷോസ് ബയോലൂമിനസെൻസ്. അപ്പോൾ ബയോലൂമിനസെൻസ് കാണിക്കുന്ന ആൾക്കാർ ഏത് ഗ്രൂപ്പിലാണ് നമുക്കറിയാം. ഏത് ഗ്രൂപ്പിലാണ്? ടീനോഫോറയിലാണ്. നമ്മൾ അതിൽ മാത്രമേ ബയോലൂമിനസെൻസ് എന്നുള്ള ക്യാരക്ടർ പറഞ്ഞിട്ടുള്ളൂ, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ബാക്കി ഓർഗാനിസംസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന 2 ഫൈൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒന്നുമില്ല നിഡേറിയയിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കനോഡമേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 55 സീലോമേറ്റ്സ്, ആർത്രോപോഡ, സ്യൂഡോസീലോമേറ്റ്, ഒരേ ഒരു ഫൈലേ ഉള്ളൂ, ആഷെൽമിന്തസ്. 56 it is possible to compare water vascular system of phylum Echinodermata to the circulatory system of man in some aspects. Justify your answer. അതായത് എക്കൈനോഡർമൈറ്റയുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റവും ഹ്യൂമൻ ബീങ്സിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റവും തമ്മിൽ നമുക്ക് ഒരു പരിധി വരെ മാച്ച് ചെയ്യുന്നു കുറേ ക്യാരക്ടേഴ്സിന്. ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. എക്കൈനോഡർമസിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ ലൊക്കോമോഷൻ, പ്രേ ക്യാപ്ചർ, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, റെസ്പിറേറ്ററി ഗ്യാസസ്, എക്സ്ക്രീഷൻ, ഇതിനൊക്കെ സഹായിക്കുന്ന എല്ലാ മേജർ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനും സഹായിക്കുന്ന ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ് അവർക്കുള്ളത്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവും ഇതേ ഫങ്ഷൻസാണ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്, അതുപോലെ എക്സ്ക്രീറ്ററി വേസ്റ്റിനെ ക്യാരി ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ഓഫ് എനർജി, ഫുഡ്, അങ്ങനെ എല്ലാം. അപ്പോൾ 2 സിസ്റ്റവും ചെയ്യുന്നത് മെയിനായിട്ടും ഏകദേശം സിമിലർ ഫങ്ഷൻസാണ്. സോ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർ, സെയിം എന്നല്ല, ഏകദേശം ഒരേ ക്യാരക്ടേഴ്സ്. ദെൻ 57 organisms of this phylum are radially symmetrical, triploblastic, coelomate with complete digestive system. Organisms of this phylum are radially symmetrical. റേഡിയലി സിമെട്രിക്കൽ ആയിരിക്കണം, ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കണം, സീലോമേറ്റ് ആയിരിക്കണം, വിത്ത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ആ ഫൈലം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും നല്ല ക്ലൂ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് നോക്കി നമ്മൾ ഇതല്ലാതെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരെണ്ണത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ക്ലൂ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്? റേഡിയലി സിമെട്രിക്കൽ. അപ്പോൾ റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള 3 ഫൈലേ നമുക്കറിയാവുള്ളൂ. 3 ഫൈലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? എക്കൈനോഡർമേറ്റ, ബാക്കിൽ നിന്ന് തുടങ്ങുക അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് തുടങ്ങുന്ന എക്കൈനോഡർമേറ്റ, ടിനോഫോറ ആൻഡ് നിഡേറിയ. ഈ 3 ഫൈലമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി അടുത്ത ക്യാരക്ടർ നോക്കണം. അപ്പോൾ ഈ 3 ഫൈലത്തിൽ ഏതോ ഒന്നാണ്, അത് നമുക്ക് മനസ്സിലായി. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക്, ആ വാക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആദ്യത്തെ ഇനീഷ്യൽ ഫൈലം ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. പോറിഫെറ, നിഡേറിയ, സ്റ്റിനോഫോറ ഒക്കെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? അതുപോലെ സീലോമേറ്റ് ആണ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് എക്കൈനോഡർമേറ്റയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ സ്റ്റാർ ഫിഷ് അല്ലെങ്കിൽ സീ ഏർച്ചിൻ ഒക്കെ എക്സാമ്പിളാണ്. വാട്ട് ആർ ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫൈലം? എൻ്റെ ഫൈലത്തിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം, അതുപോലെ തന്നെ സ്പൈനി സ്കിൻ, ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗിവൺ വേർഡ്സ്. അനലിഡ, നെഫ്രീഡിയ, അങ്ങനെയാണെങ്കിൽ അതായത് എക്സ്ക്രീറ്ററി ഓർഗനാണ് ചോദിച്ചിരിക്കുന്നത്. ആർത്രോപോഡയുടെ മാൽപീജിയൻ ട്യൂബ്യൂൾ. ദെൻ ഓസ്റ്റിക്തീസിൻ്റെ സൈക്ലോയിഡ് സ്കെയിൽസ്, കോൺട്രിക്തീസിൻ്റെ പ്ലക്കോയിഡ് സ്കെയിൽസ്. 59 കോളം മാച്ച് ചെയ്യാനാണ്. കോൾഡ് ബ്ലഡഡ് ആനിമൽ, ലിവിങ് ഫോസിൽ, എഗ് ലേയിങ് മാമൽ, വാട്ടർ വാസ്കുലർ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണിക്കുന്നത് ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞു എക്കൈനോഡർമേറ്റയാണ്. അപ്പോൾ സീ കുക്കുംബർ. ഇനി എഗ് ലേയിങ് മാമൽ പ്ലാറ്റിപ്പസ് ആണ്. ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത് ലിമുലസ് ആണ്. കോൾഡ് ബ്ലഡഡ് ആനിമൽ എന്ന് പറയുമ്പോൾ എവിടം തൊട്ടിട്ടാണ് വാം ബ്ലഡഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നത്? ബേർഡ്സും അതിൻ്റെ മുകളിലേക്കുമാണ്. അപ്പോൾ കോൾഡ് ബ്ലഡ് ആനിമൽ, ഫിഷസ് ഒരു കോൾഡ് ബ്ലഡ് ആനിമലാണ്. അപ്പോൾ ഷാർക്ക് ആണ് എക്സാമ്പിൾ. പീകോക്ക് എന്ന് പറഞ്ഞാൽ ബേർഡാണ്. ബേർഡ് വാം ബ്ലഡഡ് ആനിമലാണ്. ദെൻ
നെക്സ്റ്റ് പിന്നെയും കോഡേറ്റഡ് ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. കോഡേറ്റഡ് ഡയഗ്രം തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടർ ഐഡൻറ്റിഫൈ ദ ഫൈലം കോഡേറ്റ, ലേബൽ ചെയ്യാൻ, മെൻഷൻ ദ സാലിയൻ ഫീച്ചേഴ്സ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ മുമ്പ് ലിവിങ് ഫോസിൽ ലിമുലസ് ഏത് ഫൈലത്തിലാണ് പെടുന്നത്? ആർത്രോപോഡയാണ് കേട്ടോ. ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ്. ദെൻ 61. Compare the column using the appropriate phylum, distinctive features and excretory organs. അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഫ്ലാറ്റൻഡ് ബോഡി, ലീഫ് ലൈക്ക് ഫ്ലാറ്റൻഡ് ബോഡി, അതതിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണ്. അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഫ്ലെയിം സെൽസ്. ദെൻ ആർത്രോപോഡ, അതിൻ്റെ ജോയിൻറ്റഡ് അപ്പൻഡേജസ്, എക്സ്ക്രീറ്ററി ഓർഗൻ, മാൽപീജിയൻ ട്യൂബ്യൂൾ. ദെൻ ബോഡി സെഗ്മെൻറ്റേഷൻ ഇസ് റിംഗ് ലൈക്ക്. റിംഗ് ലൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ ഒരു ആരെയാണ്? അനലിഡ. അപ്പോൾ ഫൈലം അനലിഡ ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗനസ് നെഫ്രീഡിയ. ദെൻ വാട്ടർ വാസ്കുലർ സിസ്റ്റം അത് കാണിക്കുന്നത് എക്കൈനോഡെർമേറ്റിയാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻറ്റ്. അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലാറ്റൻ ബോഡി, ലീഫ് ലൈക്ക് ഫ്ലാറ്റൻ ബോഡി, എക്സ്ക്രീറ്ററി ഓർഗൻ ഫ്ലെയിം സെൽ. ആർത്രോപോഡ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ദെൻ ബോഡി സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ അനുലായി എന്ന് പറയുന്നത് അത് ഫൈലം അനലിഡ ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗനസ് നെഫ്രീഡിയ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇസ് സീൻ ഇൻ എക്കൈനോഡെർമേറ്റ. ദെൻ നെക്സ്റ്റ് ക്ലാസിഫൈ ദ 2 organisms ആൻഡ് ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ക്ലാസ്സസ്. അത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. കോൺട്രിക്റ്റീസ്, ഓസ്റ്റിക്റ്റീസ് ആൻഡ് ഡിഫറൻസിയേഷൻ. നെക്സ്റ്റ് 63. ക്ലാസിഫൈ ദ ഓർഗാനിസം ബിലോ ബേസ്ഡ് ഓൺ ദ സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ വെച്ച് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അസ്കാരിസ്, ടീനിയ, ഫാഷ്യോള, വുച്ചറേറിയ, നീരിസ്, ഫെറിട്ടിമ. അതിനെ സെഗ്മെൻറ്റേഷൻ വെച്ചിട്ട് കംപ്ലീറ്റ് സെഗ്മെൻറ്റേഷൻ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റേഷൻ അത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സെഗ്മെൻറ്റേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അസ്കാരിസ് എന്ന് പറയുമ്പോൾ ആഷൽമെന്തസിൽ വരുന്നതാണ്. ടീനിയ ഫ്ലാറ്റ് വോം, അതായത് പ്ലാറ്റിഹെൽമിന്തസ്. ഫാഷ്യോള ഓൾസോ പ്ലാറ്റിഹെൽമിന്തസ്. വുച്ചറേറിയ ആഷൽമെന്തസിൽ വരുന്നതാണ്. വുച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഫെറിട്ടിമ എന്ന് പറയുന്നത് എർത്തുവമാണ്. നീരീസ് ഓൾസോ അനലിഡ. അപ്പോൾ അനലിഡ എന്ന് പറയുന്ന ഫൈലമാണ് ശരിക്കും ട്രൂ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത്. അനലിഡ, ആർത്രോപോഡ, കോഡേറ്റ, ഈ 3 ഫൈലമാണ് ട്രൂ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത്. ബാക്കിയുള്ളവർ കാണിക്കുന്നില്ല. അസ്കാരിസും വുച്ചറേറിയൊക്കെ നോൺ സെഗ്മെൻറ്റഡ് ഓർഗാനിസംസാണ്. ഫാഷ്യോളയൊക്കെ. ടീനിയ വേണമെങ്കിൽ നമുക്ക് ഫോൾസ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. അതായത് ടീനിയയുടെ ഔട്ടർ പാർട്ടിൽ ടേപ്പ് വോമിൻ്റെ ഒരു ഡയഗ്രാം വേണമെങ്കിൽ നിങ്ങളൊന്ന് എടുത്തിട്ട് അത് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. അതിൻ്റെ എക്സ്റ്റേണൽ പാർട്ടിൽ നമുക്ക് സെഗ്മെൻറ്റേഷൻ പോലെ അപ്പിയർ ചെയ്യും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ സെഗ്മെൻറ്റഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഇതിൽ നീരീസ് ആൻഡ് ഫെറിട്ടിമയാണ്. ടീനിയ ഫോൾസ് സെഗ്മെൻറ്റേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ബാക്കി ആഷൽമെന്തസ് ആണെങ്കിൽ നോ സെഗ്മെൻറ്റേഷൻ. ഓക്കെ. ദെൻ 64. മാച്ച് ദ കോളം ബി സി വിത്ത് കോളം എ. അതായത് റെപ്റ്റീലിയ. അപ്പോൾ ക്യാരക്ടേഴ്സാണ്. റെപ്റ്റീലിയയുടെ ക്യാരക്ടർ സ്കെയിൽ ആൻഡ് എക്സാമ്പിൾ കീലോൺ. ദെൻ എയ്വ്സിൻ്റെ ക്യാരക്ടർ ഫെതേഴ്സ്, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സിറ്റാക്കുല, നമ്മുടെ തത്ത. ദെൻ മമേലിയയുടെ ക്യാരക്ടർ മാമറി ഗ്ലാൻസ് ആണ്. എക്സാമ്പിൾ പാന്തറ. ഇപ്പോൾ ക്ലാസ്സാണ് എയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്യാരക്ടർ ഏതാണെന്ന് നോക്കണം. സ്കെയിൽ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ കണ്ടു. ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ കാണിക്കുന്നത് എക്കൈനോഡെർമേറ്റ ആണ്. എക്കൈനോഡെർമേറ്റ എന്ന് ക്ലാസ് അല്ല, ഫൈലമാണ്. ഫൈലം എക്കൈനോഡെർമേറ്റയാണ്. ദെൻ ഹൈല എന്ന് പറയുന്നൊരു എക്സാമ്പിളാണ്. അതായത് ഫ്രോഗിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ക്യാരക്ടേഴ്സും ഇത് കുറച്ച് മിസ്മാച്ചിങ് ആണ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ആ 3 നമുക്ക് കറക്റ്റ് മാച്ച് ചെയ്യാം, ബാക്കിയുള്ളത് ശരിയായിട്ട് മാച്ച് ചെയ്യാനുള്ളതല്ല. ഇനി 65 എന്ന് വരുമ്പോൾ
Observe the table given below and fill the blank columns A, B, C and D from the animals given in the brackets. Asymmetrical organisms ഏതൊക്കെയാണെന്ന്. സൈക്കൺ asymmetrical organism ആണ്. പിന്നെയുള്ളത് സ്പോഞ്ചില്ല. ഇത് രണ്ടുമാണ് പോറിഫെറയിൽ വരുന്നത്. റേഡിയലി സിമെട്രിക്കൽ ഓർഗാനിസത്തിൽ വരുന്നത് ഒബീലിയയും ഹൈഡ്രയും. ഇത് രണ്ടുമാണ് നെഡേറിയൻസ്. ഇനി ബൈലാറ്ററൽ സിമെട്രിയിൽ വരുന്നത് ഷാർക്ക് ആൻഡ് കോക്രോച്ച്. Then next one, fill and complete the chart given below. Chordata is divided into Urochordata, Cephalochordata and Vertebrata. Vertebrata is again divided into Pisces and class Tetrapoda. Then write any two fundamental characters of the phylum Chordata. Then we already discussed. There is presence of notochord, dorsal nerve cord, dorsal hollow nerve cord, pharyngeal gill slits, postanal part, presence of ventral heart, kidneys. അതൊക്കെ കോഡേറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ക്ലാസിഫൈ ടെട്രാപോഡ ഇൻറ്റു ക്ലാസ്സസ്. സൂപ്പർ ക്ലാസ് ടെട്രാപോഡയെ ക്ലാസ്സസ് ആയിട്ട് തിരിക്കുമ്പോൾ ഏതൊക്കെയാണ് ക്ലാസ്സസ്? ആംഫീബിയ, റെപ്റ്റീലിയ, എയ്വ്സ് ആൻഡ് മാമൽസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന പോർഷൻ അവസാനിക്കുകയാണ്. താങ്ക് യു.